ഹലോ, അസ്സാം വലൈക്കും. പുഡിങ് ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്നാൽ ഈസി ആയിട്ടുള്ള പുഡിങ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് കുറുക്കിയെടുക്കാനുള്ള ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്, അതായത് ഒരു കവർ പാൽ. പിന്നെ നമ്മൾ 2 മുട്ട അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. മുട്ട ചേർക്കുന്ന വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവും വരില്ല കേട്ടോ. മുട്ട പാലിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം തന്നെ വേണം നമ്മൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 2 സ്പൂണ് കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു ട്രേയിൽ ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് നിരത്തി വെക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് അത് അതിന് മുകളിലായിട്ട് പകുതി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്തയും കാഷ്യുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതേപോലെ ഈ ഒരു മിക്സ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് നട്ട്സ് വിതറി കൊടുക്കുക. കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമായില്ലേ? സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്, എന്നാലും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. സെർവ് ചെയ്യുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ചൈന ഗ്രാസോ മിൽക്ക് മെയ്ഡോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈസി അല്ലേ, അധികം ചിലവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക.